الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فإن خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يقولون لئن رجعنا إلى المدينة ليخرجن الأعز منها الأذل ولله العزة ولرسوله وللمؤمنين ولكن المنافقين لا يعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓരോരുത്തരോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായ അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയതാണെന്ന ബോധത്തോടു കൂടി ഏതൊരു സമയത്തും നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ഇഹലോകം വിട്ട് വിട പറയേണ്ടവരാണ് നാം ഓരോരുത്തരും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി വരാനിരിക്കുന്ന സ്വർഗ നരകലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷ നേടി സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും നമ്മെ പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണേ എന്ന് പ്രത്യേകമായി ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. നമ്മുടെ മനസ്സിൽ ഒരു വസ്തുവിനോടുള്ള, അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തോടുള്ള സ്നേഹവും അഭിമാനബോധവുമാണ് അതിനോട് നമുക്ക് അടുപ്പം വർദ്ധിപ്പിക്കുക. സാധാരണ നിലയിൽ നമ്മുടെ ഭൗതികപരമായ ചില കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ഇൻട്രസ്റ്റും താല്പര്യവുമുള്ള ചില വിഷയങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ വളരെ നിസ്സാരവും ചിലപ്പോൾ ആ ഏർപ്പാടുമായിട്ട് നടക്കുന്ന ആളുകളെ കൊച്ചാക്കി ചിലപ്പോൾ സംസാരിക്കുകയും ചെയ്യും. വെറും ഭൗതികപരമായിട്ട് മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കളികളൊക്കെ വരുമ്പോൾ വ്യത്യസ്തമായ കളികൾ വരും. ഫുട്ബോൾ വരും, ക്രിക്കറ്റ് വരും, മറ്റോരോ സംഗതികൾ വരും, ഗെയിംസുകളൊക്കെ വരും. ചിലതിനോട് താല്പര്യമുള്ള ആളുകൾ ഇപ്പൊ ഫുട്ബോളൊക്കെ വരുമ്പോൾ നമ്മുടെ നാടുകളിലേക്ക് നമുക്കറിയാം, ഓരോ ടീമിനൊപ്പം നിന്ന് ഒരു പരിചയമൊന്നും ഇല്ലാത്ത, കണ്ടിട്ടോ നേരിട്ട് കണ്ടിട്ടോ അവരോട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്തവരും എന്ന് ഞാൻ പറയുമ്പോൾ ചിലപ്പോ അതിനോട് ബന്ധമുള്ള ആളുകൾ വിചാരിക്കും ബന്ധമുണ്ട്. അതിനെ പറഞ്ഞു വെക്കണേ ഉദാഹരണം. അങ്ങനെ അതിനോട് വലിയ ഹരവും അതിനുവേണ്ടി ഉറക്കമൊഴിച്ചും ചിലപ്പോൾ ജോലികൾ വരെ ലീവാക്കിയും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടി ഫ്ലക്സുകൾ സ്ഥാപിച്ച് അവർക്ക് വേണ്ടി പരസ്പരം
തർക്കിച്ച് വീടുകളിൽ പോലും ചിലപ്പോൾ ബാപ്പയും മക്കളും രണ്ട് ഭാഗത്ത് നിന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് അതിനു വേണ്ടി ഇങ്ങനെ വാഗ്വാദങ്ങൾ നടത്തുമ്പോൾ അതിനവിടെ അവർക്കുള്ളൊരു താല്പര്യമായിരിക്കും അവരത് വാദിക്കുവാനും അതിനോട് സമയം ചെലവഴിക്കുവാനും അവരുടെ മനസ്സിൽ അതിനോടുള്ളൊരു ഇമ്പം. ഇതിനെ അംഗീകരിക്കാത്തവർ, അങ്ങനെ ഒരു താല്പര്യമില്ലാത്തവർ ആ പണിയെടുത്ത് നടക്കുന്ന ആളുകളെ കുറിച്ച് വളരെ പുച്ഛത്തോടെ ഇപ്പുറത്ത് നിന്ന് നോക്കുകയും ചെയ്യും. ഇതവിടെ നാട്ടിൽ പല സംഗതികൾക്കും ഒന്നിനോട് താല്പര്യമുള്ളതാണ് മറ്റതിനുണ്ടാവില്ല, ഇതുണ്ടാവില്ല. സത്യത്തിൽ എന്താണ് ആ താല്പര്യമുള്ളവരെ അതിനെ പ്രചോദിപ്പിക്കുന്നത്, അതിനുവേണ്ടി വാദിക്കുവാൻ, അതിനുവേണ്ടി സമയം ചിലവഴിക്കുവാൻ പ്രചോദിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനോട് അവർക്കുള്ളൊരു ഇഷ്ടവും അടുപ്പവുമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മനസ്സിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ട ഒരടുപ്പവും ഇഷ്ടവും ഉണ്ട് നമ്മുടെ ദീനിനോട്. നമ്മുടെ മതത്തിനോട് നമുക്ക് അടുപ്പമുണ്ട് എങ്കിൽ, അതിനോട് ഇഷ്ടമുണ്ട് എങ്കിൽ, ഏത് സമയത്തും ആരുടെ മുമ്പിലും എത്ര കടുത്ത സന്ദർഭങ്ങൾ വന്നാലും ആ ദീനിന്റെ കാര്യത്തെ പിടിച്ചു വെക്കാനും അതിന് അഭിമാനത്തോടെ ആളുകൾക്ക് മുമ്പിൽ പറയാനുമുള്ള ധൈര്യവും ഇഷ്ടവും സമയവും നമ്മൾ കണ്ടെത്തും. അതിന് നമുക്ക് ഏറ്റക്കുറച്ചിൽ എവിടെയെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അതിന് സ്ഥാനം കുറഞ്ഞു പോയാൽ, ആ ഒരു അഭിമാനബോധം ദീനിനോട് ഏത് സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുവോ അത് പലപ്പോഴും നമ്മുടെ കർമ്മങ്ങളിലൂടെ നിയലിച്ച്, നമ്മുടെ നിലപാടുകളിലൂടെ നിയലിച്ചു വരും. യഥാർത്ഥത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഓരോ വിശ്വാസിയും വിശ്വാസിനിക്കും ഉണ്ടാകേണ്ട ഒന്നാണ് ദീനിനോടുള്ള അടുപ്പവും അതിനോടുള്ള അഭിമാനബോധവും. ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി ഒരു വിശ്വാസിക്ക് തന്റെ ദീനിന്റെ നിലപാട് പറയാൻ കഴിയണം എന്നുള്ളതാണ്. കാരണം എന്താ അറിയോ, ഞാൻ ആമുഖമായിട്ട് ഓതി വെച്ച ആയത്ത് പലപ്പോഴും സൂറത്തുൽ മുനാഫിഖൂനിൽ നിങ്ങൾ കേൾക്കുന്ന ആയത്താണ്. അതിന്റെ അവസാന ഭാഗത്തിന്റെ അർത്ഥം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനൂൻ. ഇസ്സത്ത്, അഭിമാനം എന്ന് പറയുന്നത് അത് അല്ലാഹുവിനാണ്, രണ്ട് റസൂലിനാണ്, വലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്കുമാണുള്ളത്. വലാകിന്നൽ മുനാഫിഖീൻ, പക്ഷെ കപട വിശ്വാസികൾ. ആരാ കപട വിശ്വാസികൾ എന്ന് നിർവചിക്കേണ്ട ആവശ്യമില്ലല്ലോ. വിശ്വാസം പുറമേക്ക് നടിച്ച് ഉള്ളിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടില്ലാത്ത ആളുകൾ, ലാ യഅലമൂൻ, അവർക്ക് സത്യം അറിയില്ല. ഞാൻ അഭിമാനത്തോടുകൂടി കാണേണ്ടതാണ് എന്റെ ദീൻ, ഞാനൊരു വിശ്വാസി എന്ന നിലക്ക് ഞാൻ ഏറ്റവും അഭിമാനിയാണ്, ഞാൻ വിശ്വസിക്കുന്ന എന്റെ ആദർശം എനിക്ക് ഏറ്റവും അഭിമാനം നൽകുന്നതാണ് എന്നവൻ അറിയാതെ പോകും എന്നർത്ഥം. ഇത് അല്ലാഹുവിന്റെ ദീൻ കൃത്യമായിട്ട് പാലിക്കുന്നവർക്ക് നമ്മുടെ മനസ്സിൽ ഇതിനോട് അഭിമാനം തോന്നുന്നൊരു ഘട്ടം മുഴുവൻ സന്ദർഭങ്ങളിലും ഉണ്ട് എങ്കിൽ നമ്മൾ ദീൻ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ് എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടേക്ക് കൊള്ളാത്തതും അവിടേക്ക് വെക്കാൻ പറ്റാത്തതുമായിട്ട് നമ്മുടെ ദീനിനെ എപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കുറവായിട്ട് നമ്മൾ വിലയിരുത്തേണ്ട ഒന്നാണ്. കാരണം ഇസ്സത്ത് മറ്റുള്ള വഴിക്ക് തേടേണ്ട ഒന്നല്ല, പ്രതാപം മറ്റുള്ള വഴിക്ക് തേടേണ്ട ഒന്നല്ല. കാരണം അള്ളാഹു ആർക്ക് ഇസ്സത്ത് തരാൻ ഉദ്ദേശിച്ചുവോ അവൻ അള്ളാഹു ഇസ്സത്തുള്ളവനാക്കും. ആരെ അള്ളാഹു ഇകഴ്ത്തുവാൻ ഉദ്ദേശിച്ചോ ആരെ അള്ളാഹു ഇകഴ്ത്തുന്നുവോ ഫമാലഹു മിൻ മുക്രിം, അവനെ ആദരിക്കുവാൻ ഒരാളുണ്ടാവില്ല. നമ്മുടെ മനസ്സ് വേണം. നമുക്ക് സ്ഥാനമാനങ്ങൾ തരേണ്ടത് അത് അല്ലാഹുവാണ്. മൻ കാന യുരീദുൽ ഇസ്സ, ആര് ഇസ്സത്ത് പ്രതാപം ആഗ്രഹിക്കുന്നുവോ ഉദ്ദേശിക്കുന്നുവോ ഫലില്ലാഹിൽ ഇസ്സത്തു ജമീഅ, എല്ലാ ഇസ്സത്തും ഉള്ളത് എല്ലാ പ്രതാപവും ഉള്ളത് അത് അല്ലാഹുവിനാകുന്നു. അതുകൊണ്ട് പ്രതാപിയായ അല്ലാഹുവിനോടായിരിക്കണം നമ്മൾ പ്രതാപം ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ള ഒന്നും നമുക്ക് പ്രതാപം തരില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആളുകളിൽ പലതുകൊണ്ടും പ്രതാപം നടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. തറവാട് കൊണ്ടുണ്ടാവും, പണം കൊണ്ടുണ്ടാവും, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങളെ കൊണ്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഏറ്റവും പ്രതാപം ആഗ്രഹിക്കേണ്ടത് അതെന്റെ റബ്ബ് എനിക്ക് തരുന്ന പ്രതാപമാണ്. ആ റബ്ബ് എനിക്ക് പ്രതാപം തരണമെന്നുണ്ട് എങ്കിൽ ഞാൻ യഥാർത്ഥ വിശ്വാസിയാകണം. ആ യഥാർത്ഥ വിശ്വാസി ഞാനായാൽ എനിക്ക് എന്റെ പ്രതാപത്തെ തടഞ്ഞു വെക്കാൻ, എന്റെ പ്രതാപങ്ങളെ തടഞ്ഞുകെട്ടാൻ ഒരാളെ കൊണ്ടും എവിടെയും കഴിയില്ലെന്ന ഉറച്ച അഭിമാനബോധം ഒരു വിശ്വാസിയുടെ മനസ്സിൽ സദാസമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇതായിരുന്നു പ്രവാചകൻ
പ്രവാചകർക്കും പ്രവാചകന്മാർക്ക് അഖിലവും അവരുടെ സ്വഹാബത്തിനും ഉണ്ടായിരുന്നത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ കുറിച്ചുള്ള അഭിമാനബോധത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടതല്ലേ. എല്ലാ നിലക്കും പ്രവാചകന് ഭൗതികരമായിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങൾ കൊടുത്തും പ്രവാചകനെ എങ്ങനെയെങ്കിലും ആ പ്രബോധനത്തെ നിർത്താൻ ശ്രമിച്ചപ്പോ പ്രവാചകൻ അവരോടൊക്കെ തുറന്നടിച്ചതാ, നിങ്ങൾ എനിക്ക് തരുന്ന ഓരോ ഓഫറുകളും എന്റെ ദീനിനോളം എത്തുന്നതല്ല, എന്റെ ദീനിനോളം എത്തുന്നതല്ല. കാരണം അവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. പ്രവാചകൻ പഠിപ്പിച്ചെടുത്ത സഹാബത്തിന്റെ മനസ്സിലും ദീൻ എന്ന് പറയുമ്പോ, മതമെന്ന് പറയുമ്പോ നീ ഉൾക്കൊണ്ട, ഞാൻ ദീനിന്റെ ഒരു നിർവചനം കൂടി പറയാൻ. ദീനിന് സാധാരണ ദീൻ അത് സാധാരണ പറയാറുണ്ടല്ലോ, ആയത്തെ ഹദീസൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ മതപരമായ നിയമങ്ങൾ പറഞ്ഞ് ഓനൊന്ന് പേടിപ്പിക്കാന്നല്ല, അതല്ലെങ്കിൽ നിലക്ക് നിർത്താൻ ശ്രമിച്ച പള്ളി പോയി അറിഞ്ഞാളറിയല്ലോ. ആൾക്കാരൊക്കെ പ്രയോഗിക്കുന്നൊരു വാക്കാണ്. അങ്ങനെ പള്ളിയിൽ ഇവിടെ നടക്കൂല, ഇവിടെ അതൊന്നും നടക്കൂല, അത് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. സത്യത്തിൽ എത്രത്തോളം പേടിപ്പിക്കേണ്ട വാക്കാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ ഉരുവിടുന്നത് നമ്മളവിടെ ഓർക്കേണ്ടതാണ്. ആ ദീൻ എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിയമമാണ്. ഇസ്ലാം എന്ന് ഉൾക്കൊള്ളുന്ന ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഓരോ വിഷയത്തിലും അഭിമാനമുണ്ടാകും. അപ്പൊ നിങ്ങള് പ്രവാചകന്റെ കാലഘട്ടത്തിൽ നജ്ജാശി രാജാവിന്റെ സദസ്സിൽ പ്രവാചകന്റെ സ്വഹാബിയായിരുന്ന ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ രാജാവിന്റെ മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ കീഴിൽ അവിടെ കുറച്ച് വിശ്വാസികൾ ജീവിച്ചിരുന്നു. ആ സമയത്ത് അവർക്കിടെ അവരവിടുന്ന് ഓടിപ്പിക്കാനുള്ള ഒരു ശ്രമം മക്കയിലുണ്ടായിരുന്ന ശത്രുക്കൾ ശ്രമിച്ച സമയത്ത് അവരുടെ യാഥാർത്ഥ്യം എന്ത് എന്ന് നജ്ജാശി രാജാവ് പഠിക്കുന്നതിന് വേണ്ടി വിശ്വാസികളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ നിങ്ങളെങ്ങനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച സമയത്ത് ആ ദീൻ എന്താണെന്ന് ശരിക്കാണ് പറഞ്ഞെടുക്കേണ്ടത്. എന്താ? അയ്യുഹൽ മലിക്, രാജാവേ, കുന്നാ ഖൗമൻ അഖില ജാഹിലിയത്തിൻ, ഞങ്ങൾ ജാഹിലിയത്തിൽ നിന്നിരുന്നൊരു സമൂഹമായിരുന്നു, ആൾക്കാരായിരുന്നു, വഴികേടിൽ ജീവിച്ചു പോന്ന. ഞങ്ങളുടെ വഴികേടിന്റെ ഉദാഹരണം ഇങ്ങനെ പറയാ, നഅ്ബുദുൽ അസ്നാം, ബിംബങ്ങളെ ആരാധിച്ചിരുന്നു ഞങ്ങൾ, വയക്കുലുൽ മൈത, ഞങ്ങൾ ശവങ്ങളെ ഭക്ഷിച്ചിരുന്നു. എന്നിട്ട് കുറെ അവരിൽ ഉണ്ടായിരുന്ന വഴികേടുകൾ, അവർ ആക്രമിച്ചിരുന്നു, പാവപ്പെട്ടവർക്ക് ഞങ്ങൾ മേൽക്കോയ്മ നടത്തിയിരുന്നു. ഇങ്ങനെ കുറോന്ന് എണ്ണി പറഞ്ഞിട്ട് പിന്നീട് പറയാ, അള്ളാഹു ഞങ്ങൾക്കിടയിൽ ഒരു ദൂതനെ ഇറക്കി. ആരാണ് ആ ദൂതൻ? ഞങ്ങൾക്കറിയുന്ന ഒരു ദൂതൻ. അങ്ങനെ പറയാ, ഞങ്ങളിൽ നിന്നുള്ള ഒരു നബിയെ, ഒരു റസൂലിനെ ഞങ്ങളിലേക്ക് അള്ളാഹു നിയോഗിക്കുന്നത് വരേക്കും ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. അതിനുശേഷം അങ്ങനെ റസൂലിനെ പരിചയപ്പെടുത്തുക ആര്? ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാ, ഞങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം, കുടുംബത്തെ അറിയാം, അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം, അദ്ദേഹം നാട്ടിൽ ഇതുവരെ കൊണ്ടുവന്നിരുന്ന നടപടികളെ കുറിച്ച് ഞങ്ങൾക്കറിയാം. അങ്ങനെ അറിയുന്നൊരു ദൂതനെ ഞങ്ങൾക്കിടയിലേക്ക് അയച്ചപ്പോ അയാൾ ഞങ്ങളെ ക്ഷണിച്ചു. ഫദഅനാ ഇലല്ലാഹ്, ഞങ്ങളെ അദ്ദേഹം ക്ഷണിച്ചത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്ക്. ലിനുവഹിദഹു വനഅ്ബുദ, ആ വാക്ക് വളരെ പ്രധാനമാണ്. ആദ്യമായിട്ട് രാജാവിന്റെ മുമ്പിൽ എന്താ നിങ്ങളുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചപ്പോ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ച വാക്കിന് ഒരു രാജാവിന്റെ മുമ്പിൽ വേറെ പലതും അവർക്ക് പറഞ്ഞു വെക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കിടയിൽ കൊണ്ടുവന്ന പരിവർത്തനങ്ങൾ അവർക്ക് പറയാം. ഒന്നാമത്തെ പരിവർത്തനം, ഒന്നാമത്തെ വഴികേടെണ്ണിയെപ്പോഴും പറഞ്ഞതാണ്, ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്ന വഴികേടിലായിരുന്നു, അതിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി പ്രവാചകൻ ഞങ്ങളെ ക്ഷണിക്കുന്നത് ലിനഅ്ബുദ, അവനെ മാത്രം ആരാധിക്കാൻ, ലിനുവഹിദ, അവനെ ഏകനാക്കാൻ. ഒരു വിശ്വാസിക്ക് ഏറ്റവും ആത്മാഭിമാനം ഉണ്ടാകേണ്ട നിമിഷം സത്യത്തിൽ ഞാൻ എന്റെ റബ്ബിനെ ആരാധിക്കുന്നു എന്ന വിഷയമാണ്. കാരണം റബ്ബിനെ പല തലത്തിൽ ആരാധനകൾ നടത്തുന്നവരുണ്ട്, പലതരത്തിൽ ആരാധന കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട്, ആത്മീയ കച്ചവടങ്ങൾ നടത്തുന്നവരുണ്ട്, അങ്ങനെ വഴികൾ കയറി ഇറങ്ങുന്നവരുണ്ട്. അവിടെയാണ് ഒരു വിശ്വാസി ഞാൻ എന്റെ റബ്ബിനെ ആരാധിക്കുന്നവനാണ്. ആരാ എന്റെ റബ്ബ്? എനിക്കും നിങ്ങൾക്കും ശ്വസനമായി തന്നവൻ. ഇതിനെ നിഷേധിക്കുന്നൊരുത്തൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ദീനിനെ കൊച്ചാക്കി സംസാരിച്ചു എന്ന് വെക്കുക. ഒരു കഥല്ലെങ്കിൽ എനിക്കൊന്ന് നിസ്കരിക്കാൻ പോകാന് എന്ന് ചോദിച്ചാൽ അവന്റെ മുഖത്ത് നോക്കി എന്റെ മാത്രം റബ്ബിനെ അല്ല, നിന്റെയും എന്റെയും റബ്ബിനെ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന റബ്ബിനെ ആരാധിക്കുന്നവനാണ് ഞാൻ എന്ന ആത്മാഭിമാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഒരു നേരം നമസ്കരിക്കാൻ പോകുമ്പോ അങ്ങനെ തോന്നേണ്ടത്, ഞാൻ നിൽക്കാൻ പോകുന്നത് എനിക്ക് ശ്വസനവായു തന്ന് എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ല, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരു ദിവസം അടങ്ങേണ്ടിയിരിക്കുന്ന ആ റബ്ബിന് മുമ്പിൽ
നമസ്കരിക്കാനാണ്, ആ റബ്ബിന് ആരാധന കൊടുക്കാനാണ്, ആരാധിക്കാനാണ് ഞാൻ പോകുന്നതെന്ന ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു ആത്മബോധം, ഒരു അഭിമാന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോ ആരാധനകൾ ചെയ്യാൻ, ഇത് മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ആദ്യം ജഅഫർ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തിയതാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എണ്ണി പറയാ, ഞങ്ങൾ മുമ്പ് ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും ആരാധിച്ചിരുന്നതിനെ മുഴുവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ ബിംബങ്ങൾ ബിംബങ്ങളായിരുന്നു. നോക്കൂ നിങ്ങൾ, ഞങ്ങളോട് സത്യം പറയാൻ കൽപ്പിച്ചു. അഭിമാനബോധത്തോടെ നമ്മൾ ആലോചിക്കേണ്ട, സത്യസന്ധതയ്ക്ക് എന്നും സത്യത്തിൽ വിലയുണ്ട്. ഒരു വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ സത്യത്തിൽ സത്യം പറയാൻ കടപ്പെട്ടവരല്ലേ, ആണല്ലോ. കളവ് പറയരുതെന്ന് പഠിപ്പിച്ച മതമല്ലേ, അതിലഭിമാനം കൊള്ള സത്യം പറയാൻ ഞങ്ങളോട് കൽപ്പിച്ചത്. പക്ഷെ നമ്മൾ വിശ്വാസികളാകുമ്പോ സത്യവാന്മാരാകണം. സത്യവാനായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്തുണ്ടാവും? അതിൽ അഭിമാനബോധം ഉണ്ടാവും. നമസ്കാരമുണ്ട്, മറ്റൊക്കെ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. സത്യം പറഞ്ഞ സാധനന്റെ അടുത്ത് കൂടെ പോയിട്ടില്ലെങ്കിലോ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. ആ സത്യം ഞാൻ മുറുകെ പിടിക്കുന്നു എന്നത് തന്നെ എന്റെ ആത്മാഭിമാനമായിട്ട് കാണാൻ. എന്നിട്ട് അങ്ങനെ പരിചയപ്പെടുത്താം. കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിച്ചു. അതേപോലെ തന്നെ അമാനത്ത് കാത്തു സൂക്ഷിക്കാൻ കൽപ്പിച്ചു. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൽപ്പിച്ചു. രക്തം ചിന്തുന്നതിൽ നിന്ന് ഞങ്ങളെ വിലക്കി. അതേപോലെ തന്നെ മ്ലേച്ഛമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളെ തടഞ്ഞു നിർത്തിയ ആ പ്രവാചകൻ, ഇതാണ് ഞങ്ങൾ ഉൾക്കൊണ്ട ഇസ്ലാം എന്ന് ഇവിടെ ആ സ്വഹാബി പറയുമ്പോ നമുക്കും അങ്ങനെയൊക്കെ ചിന്തകൾ വരണം. നമ്മൾ വിശ്വസിച്ച വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ചില്ലറ സാധനമല്ല. അത് നമുക്ക് കിട്ടിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സദാസമയത്തും നമ്മുടെ ദീനിനെ ഏറ്റവും അടുപ്പമുള്ളതായി, ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ട്, ഇതാരുടെ മുമ്പിലും ഏത് നിലക്കും വഷളാകേണ്ടത്. ഇസ്ലാം പറയും, നമ്മൾക്ക് ആളുകൾ ഇപ്പൊ പരിചയപ്പെടുത്താൻ വയ്യ ഇസ്ലാമിനെ, നീ ഒന്നും കൂടി ആയെന്നിട്ട് പറയണമെങ്കിൽ ഇപ്പൊ മുജാഹിദാന്ന് പറയാൻ വയ്യാന്നൊക്കെ നമ്മൾ ആളുകൾ ചിലപ്പോൾ പറയും. അത് പഠിക്കാത്തോണ്ടാ. എന്താ സലഫികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, എവിടെയാണ് തൗഹീദിന്റെ വിഷയത്തിൽ നമുക്കുള്ളത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളുന്ന ഒരുത്തന് ഇത് ധൈര്യത്തിൽ പറയാൻ കഴിയും. കാരണം എന്താ? നമ്മൾ വിശ്വസിച്ച, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ദീൻ, ആ ദീനിനെ നമ്മൾ പ്രതിനിധാനം ചെയ്യേണ്ടത് നമ്മുടെ സംഘടനകളല്ല. നമ്മൾ പലപ്പോഴും എന്താ അറിയോ, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയും വിശ്വാസത്തെയും തളച്ചിടാണ്. ആ തളച്ചിടുമ്പോ നമ്മുടെ ആത്മാഭിമാനം കുറയും. അതിനാളുകൾ പറയുന്ന കുറ്റങ്ങളെയും ഒക്കെ നമ്മുടെ ദീനിന്റെ തലത്തിലേക്ക് മാറ്റും. നമ്മൾ ഉൾക്കൊണ്ട ആദർശമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതായിട്ട് വരേണ്ടത്. ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുമ്പോ അത് പ്രവൃത്തി ചെയ്യാൻ, അതിന്റെ തലത്തിൽ പോകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ? ഇത്രയും മഹത്തരമായിട്ട് പരിചയപ്പെടുത്താൻ വേറൊരാളെ കഴിയോ ലോകത്ത്? കഴിയില്ലല്ലോ. പക്ഷെ അത് പഠിക്കാത്തപ്പോ നമുക്ക് തന്നെ പ്രശ്നമായി തോന്നും. അതിൽ വേണ്ടില്ലേനി, ഇങ്ങനെ വേണ്ടില്ലേനി. പഠിച്ചു പരിചയപ്പെടുത്തുമ്പോഴോ എത്ര അഭിമാനത്തോടു കൂടി പരിചയപ്പെടുത്താൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ കൈകളിലുള്ള വേദഗ്രന്ഥം എത്ര അന്യൂനമാണ്. ആ വേദഗ്രന്ഥം ഒരു ന്യൂനതയും ഇല്ലാത്ത അതുല്യമായ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട്. ആ ഗ്രന്ഥം കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് അഭിമാനം ഉണ്ടായിക്കൂടെ? എന്നോട് റബ്ബ് ഇങ്ങനെ സംസാരിക്കുക, എനിക്ക് ശ്വസനമായി തരുന്ന റബ്ബ് സംസാരിക്കുന്ന റബ്ബിന്റെ കലാമാണ്. ആ റബ്ബിന്റെ കലാം നമ്മുടെ കൈകളിലുള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സുകളിൽ ആത്മാഭിമാനം ഉണ്ടാകണം. ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം, ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മകൾ വേറെ ഏത് മതത്തിനോ എവിടെയെങ്കിലും പ്രതിനിധാനം ചെയ്യാൻ കഴിയോ? അറിയില്ലേ, സ്കൂൾ തുറന്ന സമയത്തെ നല്ല പാഠം, സന്മാർഗ പാഠം എന്ന് പറഞ്ഞൊരു സാധനം പഠിപ്പിച്ചിരുന്നു. ഗവൺമെന്റ് തലത്തിൽ തന്നെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് പീരീഡുകൾ അലോട്ട് ചെയ്തൊരു സംഗതി. യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കണമെന്ന് പറയാൻ അവർക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞില്ല. നമ്മൾ അതിൽ പഠിക്കുന്ന ഓരോ പാഠങ്ങളും ഇസ്ലാം നമ്മെ പഠിപ്പിച്ച പാഠങ്ങളാണ്. ഇസ്ലാം നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ, ആ ഇസ്ലാമാണ് നാം ഉൾക്കൊണ്ടത്. ആ സംസ്കാര സമ്പന്നമായ മനസ്സിന്റെ ഉടമയാണ് ഞാനെന്ന് ഉറപ്പുവരുത്താൻ ഒരു വർണ്ണ വിവേചനത്തിനും ചാൻസ് ഇല്ലാത്ത, സാഹോദര്യത്തിന് അങ്ങേറ്റത്തെ പ്രാധാന്യം കൊടുക്കുന്ന, നമ്മൾ കണ്ടാൽ വലിയവനോ ചെറിയവനൊന്നില്ലല്ലോ, കൈ കൊടുത്ത് നമ്മൾ സലാം പറഞ്ഞ് സംസാരിക്കണില്ലേ? നാട്ടിലെ ഏറ്റവും വലിയ ആളായാലും നമ്മൾ അയാൾക്കൊന്ന് കൈ കൊടുക്കാൻ ഇസ്ലാം നമ്മോട് പറയുന്നുവല്ലോ. ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു മതം. അതേപോലെ തന്നെ മദ്യത്തിലും ലഹരിയിലും വ്യത്യസ്തമായ മയക്കുമരുന്നിലും സമൂഹം അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതിനെ പാടെ വിലക്കിയൊരു മതം ഇസ്ലാം അല്ലാതെ ഏതാണ്?
അതിനെ പൂർണ്ണമായിട്ടും വിലക്കിയ ഒരു മതം. ആ മതത്തിന്റെ ആളുകളെ നമ്മൾ പലിശയെയും ചൂതാട്ടത്തെയും സാമ്പത്തിക ചൂഷണങ്ങളെ മുഴുവൻ നിഷിദ്ധമാക്കിയ മതം. ഒരു ഭാഗത്തു കൂടി സക്കാത്ത് നിർബന്ധമാക്കി കഷ്ടപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, അവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിച്ച് പണക്കാരോട് അതിന് കൽപ്പന കൊടുത്ത മതം. ഈ മതത്തിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ നമ്മൾ നിരന്തരം പറയും, റളീതു ബില്ലാഹി റബ്ബ, ഞാൻ എന്റെ അല്ലാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിന് ദീനായിട്ട് ഞാൻ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, മുഹമ്മദ് നബിയെ ഞാൻ ഇതാ നബിയായിട്ടും മുഹമ്മദിനെ നബിയായിട്ടും ഞാൻ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് വ്യത്യസ്ത രൂപത്തിൽ നമ്മുടെ വ്യത്യസ്ത സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ. ഇതൊരു പ്രാർത്ഥനയിൽ ഒതുങ്ങാതെ ഈ ഇസ്ലാമിനെ കൃത്യമായിട്ട്, അല്ല ദീനിനെ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അതിന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഏത് സമയത്തും നല്ല അഭിമാനത്തോടു കൂടി ചെയ്യാൻ, അതിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുന്നവരുമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ വർഷങ്ങളും കഴിഞ്ഞു പോകുന്നത് എനിക്കും നിങ്ങൾക്കും അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള അവധിയിലേക്ക് നമ്മൾ അടുക്കുന്നു എന്നാണ് അർത്ഥം. അത് ഓരോ വർഷം കഴിയണമെന്നൊന്നുമില്ല. എനിക്കിപ്പോൾ കിട്ടിയ നിമിഷം എനിക്ക് കിട്ടി, ഇനി അപ്പുറത്തേക്കുള്ളൊരു മിനിറ്റ് ഞാനുണ്ടാകുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതാണ് സത്യത്തിൽ മനുഷ്യ ജീവിതം. ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് പുതിയൊരു മുഹറം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കണം. മുഹറം മാസത്തിലേക്ക് ഹിജ്റ കലണ്ടർ മാറി മറിയുന്നു. പലപ്പോഴും മറ്റുള്ളത് മറിയുന്നത് നമ്മൾ അറിയും, ആഘോഷങ്ങളിലൂടെയും മറ്റുള്ളത്. പവിത്രമായ ഒരു മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്ന ദിനത്തിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടെന്ന ബോധത്തോടു കൂടിയായിരിക്കണം ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടത്. അതോടൊപ്പം തന്നെ ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴും എനിക്കെന്റെ അല്ലാഹു വെച്ചിട്ടുള്ള നിമിഷത്തിൽ നിന്ന് ആ നിമിഷങ്ങൾ തീർന്നുപോയി, അതെനിക്കറിയില്ല എന്നത് ഒരു നിലക്കൊരാശ്വാസവും, എന്നാൽ അറിയില്ല എന്നത് എൻ്റെ ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ എന്നെ പ്രചോദിപ്പിക്കേണ്ടതുമാണ് എന്ന ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. ഏത് സമയത്ത് നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം വ്യത്യസ്തമായ തലങ്ങളിലേക്ക്, വ്യത്യസ്തമായ രൂപത്തിൽ പല സ്ഥലങ്ങളിൽ മരണവാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴും ഞാൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടവനാണെന്നൊരു ചിന്തയല്ല ഉണ്ടാകേണ്ടത്. മരണം എവിടേക്കും വരും. ശുദ്ധ ഖുർആനിന്റെ വാക്ക് വല്ലാത്തൊരു വചനമാണ്. നിങ്ങൾ കൊട്ടിയടക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലായിരുന്നാലും ശരി, എത്ര ശക്തമായിട്ടുണ്ടാക്കപ്പെട്ട കോട്ടക്കുള്ളിൽ ചെന്നൊളിച്ചാലും യുദ്രിക്കുമുൽ മൗത്ത്, ആ മരണം നിങ്ങളെ പ്രാപിക്കുക തന്നെ ചെയ്യും. ഈ മരണ ചിന്തയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ നാനാതുറകളെയും നന്നാക്കേണ്ടത്. ജീവിതത്തിൽ തെറ്റുകൾ വരുന്നതിനെ നമ്മൾ അകറ്റി നിർത്തേണ്ടത് ഒരു ഉമ്മയോ ഉപ്പയോ ക്യാമറ കണ്ണുകളോ അല്ല. എന്റെ മരണം എന്നിലേക്ക് എത്തുമ്പോൾ ഞാൻ വിശ്വാസിയായിട്ട് മരിക്കണമെന്ന ചിന്ത, ഒരു തിന്മ ചെയ്യുന്നവനാകരുതേ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും മരണത്തെ പ്രതീക്ഷിക്കുവാനും. അപ്പൊ നിങ്ങൾ എണീറ്റ സമയത്ത് പോലും നമ്മൾ പറഞ്ഞ പ്രാർത്ഥന, അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. ആ നുശൂർ പറഞ്ഞിട്ടാ വാഹനത്തിൽ കയറുമ്പോ ഇല്ലാ മുൻഖലിബൂൻ, മടക്കം പറഞ്ഞിട്ടാ ഓരോന്നിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓർമ്മപ്പെടുത്തിയിട്ട്. നമ്മൾ ചിലപ്പോ മരണത്തെ കുറിച്ച് പറയുന്ന പ്രസംഗങ്ങളെ നമ്മൾ
പറയാറുണ്ട് പേടിപ്പിക്കുന്ന പ്രസംഗം. പക്ഷെ അള്ളാഹ് നമ്മുടെ ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചത് മരണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ഓരോ ദിക്റുകളും മനസ്സറിഞ്ഞ് നമ്മൾ പറയുന്നുവെങ്കിൽ ആ ഓരോ ദിക്റുകളിലും യഥാർത്ഥത്തിൽ റബ്ബിങ്കിലേക്ക് മടങ്ങുന്നു എന്ന ബോധം നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ആ റബ്ബ് എന്നോട് കൃപ ചെയ്തത് കൊണ്ടാണ്, കാരുണ്യം ചെയ്തത് കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന ബോധം നമ്മിലേക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. ആ ബോധം സദാസമയത്തും ഉണ്ടായിക്കൊണ്ട് ജീവിക്കാൻ എന്നെ നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ദീർഘകാലം പോസ്റ്റ്മാനായിട്ട് ജീവിച്ചിരുന്ന പറമ്പാടൻ മൂസാക്കയുടെ പേരക്കുട്ടി റാഷിദ് എന്നവൻ മസ്തിഷ്ക രോഗം ബാധിച്ചുകൊണ്ട് ഒരു അത്യാസന്ന നിലയിൽ കുവൈത്തിൽ ഒരു ഹോസ്പിറ്റലിൽ കഴിയുന്ന വിവരവും നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സഹോദരന്റെ എല്ലാ അസുഖവും ശിഫ നൽകി പൂർണ്ണ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റബ്ബന്നാസ് അദ്ഹബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമ. അള്ളാഹുവേ, കൂടുതലായിട്ട് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങൾ പഠിക്കുവാനും ആ പഠിക്കുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതുമെല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള സന്മനസ്സും ഈമാനും കരുത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. വിശ്വാസികൾ എന്ന നിലക്ക് ഏത് സമയത്തും ഈ ദീനിനെ ആത്മാഭിമാനത്തോടെ കാണാൻ, ഒരു നിലക്കും മറ്റുള്ള വഴികളിൽ അഭിമാനത്തെ തേടാതിരിക്കുവാനുള്ള ഈമാനിക ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. اللهم يا مقلب القلوب ثبت قلوبنا على الإيمان والتقوى. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبيه والحمد لله رب العالمين.